അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ഫെസ്റ്റിവലുമായി ഖത്തർ. അർജന്റീന, സ്പെയിൻ ടീമുകൾക്ക് പുറമെ ഈജിപ്ത്, സൗദി, സെർബിയ, ഖത്തർ ടീമുകളും ഫെസ്റ്റിൽ പങ്കെടുക്കും. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഏതൊക്കെ ടീമുകളാണ് ഫെസ്റ്റിൽ അണിനിരക്കാൻ പോകുന്നത്? ദിവ്യ, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ഫൈനലിസം എന്ന് പറയുന്നത്. അഥവാ യൂറോപ്യൻ ചാമ്പ്യന്മാരും അതുപോലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഈ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരു പോരാട്ടം കാണാൻ വേണ്ടി മാത്രം ഖത്തറിലെത്തിയിരിക്കുന്നത്. അത് ഫൈനലിസം പോരാട്ടം നടക്കുന്നത് മാർച്ച് 27-ന് ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ലുസൈൽ സ്റ്റേഡിയം നമുക്കറിയാം, ഈ 2022 ലോകകപ്പിൻ്റെ ഫൈനൽ പോരാട്ടം നടന്ന ഐക്കോണിക് സ്റ്റേഡിയമാണ്. ഈ മത്സരത്തോടനുബന്ധിച്ചാണ് ഒരു ഫുട്ബോൾ ഫെസ്റ്റിവൽ ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിച്ചിട്ടത്. ഫുട്ബോളിൻ്റെ ഒരു ഉത്സവം തന്നെ ഇതിനോടനുബന്ധിച്ച് ഫൈനലിസിമ പോരാട്ടത്തോടനുബന്ധിച്ച് ഖത്തറിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മാർച്ച് 26 മുതലാണ് മാർച്ച് 31 വരെയാണ് ഈ ഫുട്ബോൾ ഫെസ്റ്റിൻ്റെ സമയമെന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മാർച്ച് 26-ന് ഈജിപ്തും സൗദി അറേബ്യയും അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. അതുപോലെ അതേ ദിവസം തന്നെ ഖത്തറും സെർബിയയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. ജാസിം ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിലാണ്. തൊട്ടടുത്ത ദിവസം ഈജിപ്ത് സ്പെയിനുമായി ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. മാർച്ച് 30-ന് സൗദി അറേബ്യയും സെർബിയയും തമ്മിൽ ജാസിം ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിൽ മത്സരിക്കും. ഇതുപോലെ ഖത്തർ അർജന്റീന പോരാട്ടം മാർച്ച് 31-ന് ലുസൈൽ സ്റ്റേഡിയത്തിലുണ്ട്. ഇങ്ങനെ ഇത്രയും മത്സരങ്ങളാണ് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഫുട്ബോൾ എന്ന് പറയുന്നത് നിലവിൽ ഈ കഴിഞ്ഞ വർഷം അണ്ടർ-17 ലോകകപ്പ് കഴിഞ്ഞു, അതുപോലെ ഫിഫ അറബ് കപ്പ് കഴിഞ്ഞു. ഇങ്ങനെ ഈ വർഷം ഫുട്ബോളിൻ്റെ ഒരു വലിയ മാമാങ്കം തന്നെ ഈ ഖത്തറിൽ നടക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ചാണ് ഇനിയിപ്പോൾ ഫൈനലിസിമ പോരാട്ടത്തോട് ഫുട്ബോൾ ഫെസ്റ്റ് കൂടി വരുന്നത്. ഈ GCCയിൽ നിന്നും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം, ഖത്തറിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫുട്ബോൾ സീസൺ കൂടി ആരംഭം കുറിക്കുകയാണ് ഫൈനലിസിമ പോരാട്ടം. ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ആവേശമാണ്. ലോകത്തുടനീളമുള്ള ആളുകൾ അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഫെബ്രുവരി അവസാനത്തോടു കൂടി 25 ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ ലഭ്യമാകും. അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഫുട്ബോളിൻ്റെ അടുത്ത ഒരു കാൽപന്തിൻ്റെ വലിയ മാമാങ്കത്തിലേക്കുള്ള അടുത്ത ചൂടുകൂടി ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിവ്യ, എന്തായാലും ഖത്തറിലെ ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമായ ഒരു പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികാരികൾ. വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്.